അങ്ങനെ അന്ന് ഗജ്ജീവ്കാര് യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരുടെയും കിടന്ന് നടക്കുമ്പോ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആനെ വാങ്ങണം, സംരക്ഷിക്കണം എന്നൊക്കെ. നമസ്കാരം, മാപ്രാണ ആനപ്പറമ്പിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് കാലത്തെല്ലാം ജോലിക്ക് വേണ്ടി നേരമായി 7:30 ആയി വന്നപ്പോ. അത് കാരണമാണ് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. രാത്രി അല്ല, ഒരു 7:30 ആയി. നമ്മൾ പറമ്പിലേക്ക് പോവാണ്. പിള്ളേരൊക്കെ ആനരെടുത്തുണ്ട്. അതേ വണ്ടിയില് പുല്ലൊക്കെ അരിഞ്ഞു പോണെന്നുണ്ട് പിള്ളേര്. ഇതാണ് നൈറ്റ് എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇരിക്കും ഇവിടെ. ആനടുത്തല്ല, ഞങ്ങൾ ഷെഡിലിരിക്കും. വർത്താനൊക്കെ പറഞ്ഞൊരു 10 മണി വരെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഷെഡ് കേട്ടാ. നമ്മുടെ പവർ ഷെഡിൽ നിൽക്കണു. ഇതാണ് നമ്മുടെ ഷെഡ്. അപ്പൊ വലിയ ഡ്രസ്സ് അടിക്കണവരൊക്കെ ഉണ്ട്, ഓടും ചെയ്യണവരൊക്കെ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഷെഡുകളൊക്കെ കണ്ടുണ്ടാവും. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മള് ഒരു ഷെഡ് ഉണ്ടാക്കിയതാണ്. അതിന്റെ അടിയിൽ നമ്മള് മണലൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ പുല്ല് പിടിച്ചൊക്കെയാണ്. അപ്പൊ ആനൊക്കെ ഇടുന്ന് നിരങ്ങുമ്പേക്ക് ആനയുടെ ശരീരമൊക്കെ മുറിയാണ്ടിരിക്കാൻ. അപ്പൊ ആന ഡെയിലി പുല്ല് തിന്നണ ബാലൻസ് പുല്ല് അവിടെ അങ്ങനെ പതിക്കും. മഴയൊന്നും കൊള്ളില്ല. അപ്പൊ അത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല, ഇപ്പൊ മഴക്കാല കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത്. വേനൽക്കാലം ആകുമ്പോ നല്ല ശരിക്കും വൈക്കോലൊക്കെ വിരിച്ച പോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവാറ്. അപ്പൊ എടുക്കുമ്പോഴൊക്കെ നല്ല സുഖമാണല്ലോ. അപ്പൊ ഇപ്പൊ വാഴപ്പിണ്ടിട്ട് കൊടുക്കും. ഒരു 9:30 വരെ വാഴപ്പിണ്ടിട്ട് കൊടുക്കും. വാഴപ്പിണ്ടി തിന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കലൊക്കെ. മഴയല്ലേ, വാഴപ്പിണ്ടിട്ട് കൊടുക്കുമ്പോൾ ജലാംശം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം വാഴപ്പിണ്ടി കൂടുതൽ തിന്നാൻ കൊടുക്കാറ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയാകുമ്പോ അല്ല 9:30 ഒക്കെ ആകുമ്പോ കെട്ടിയിട്ട് നടയൊക്കെ അമരൊക്കെ കെട്ടി പുല്ലിട്ട് കൊടുക്കും. ഞങ്ങള് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ്. അതിന് മുന്നേ അത്ര വലിയ ആനപ്രേമൊന്നും അങ്ങനെ എനിക്കധികം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഒരു ആനക്കാരിയും ആനനെയൊക്കെ മനസ്സിലായേ. അപ്പൊ അങ്ങനെ അന്ന് ഗജ്ജീവ്കാര് യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരുടെയും കിടന്ന് നടക്കുമ്പോ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആനെ വാങ്ങണം, സംരക്ഷിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് നടക്കാനായിട്ട് കുറെ സമയം പിടിച്ചു. ഇപ്പൊ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം അത് മേടിക്കാൻ പറ്റില്ലല്ലോ. കുറെ പേര് സഹായവും കുറെ സപ്പോർട്ടും ഉണ്ടായിരുന്നു, കുറെ പേരുടെ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഐശ്വര്യമുള്ള തന്നെയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ വേറെ ശല്യങ്ങളില്ല, ആനക്കാർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പരിപാടികളായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അത്യാവശ്യം നല്ലൊരു പരിപാടിക്കൊക്കെ വിളിക്കാറുണ്ട്. നമുക്ക് ആന വന്നപ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് ദൈവം സഹായിച്ച് പോകുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തെറി കാണിച്ചു തരാനും ആന തെറിയിൽ നിൽക്കുന്നത് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. നേരം ഉണ്ടായിരുന്നില്ലെങ്കിലും രാത്രിയായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതിന്റെ മെയിൻ കാരണം അതായിരുന്നു. തെറിയിൽ ഇങ്ങനെ പല ആൾക്കാരും ഇരിക്കുക, എന്തെങ്ങനെ പുല്ല് കിടക്കണു. അപ്പൊ സംഭവം മണ്ണ് തെറിയാണ്, കോൺക്രീറ്റ് തെറിയല്ല. ആദ്യം 4 സൈഡ് കെട്ടിയിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്തിട്ട് ഞങ്ങള് മണല്, ചെറിയ മറ്റേ അരിച്ച മണലില്ലേ, ആ മണൽ തരിയാണ് ഇട്ടിക്കണ്. വെള്ളം അങ്ങനെ കെട്ടിക്കെടുക്കാൻ രീതിയിൽ. പിന്നെ നമ്മള് ആനൊക്കെ ഇടുന്നിട്ട് എനിക്കുമ്പോഴേക്ക് അവിടെ ഇവിടെയൊക്കെ ഉരയ്ക്കണ കാരണം അങ്ങനെ ഉരയില്ല. അപ്പൊ മുറിവാണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മള് ഈ പുല്ലും കൂടി ഇട്ടേ. അപ്പൊ ഈ പുല്ലിന്റെ അടിയിൽ നമ്മൾ റബ്ബർ മാറ്റ്, ലോറി മറ്റേ കൗമാറ്റൊക്കെ ഇല്ലേ, അതിന്റെ കനം കൂടി മാറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പുല്ലിട്ടുകയാണ്. ഒരു മാസം 2 മാസം കൂടുമ്പോ നനവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റും. എന്നിട്ട് രണ്ടാമത് പിന്നെയും തീറ്റപ്പുല്ലിന്റെ ബാലൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ലെവലാക്കും. ഇപ്പൊ മഴയെ കാരണം ഇപ്പൊ മറ്റേ കാറ്റൊക്കെ അടിക്കുമ്പോ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ ഓണൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും വീണ്ടും മാറ്റേണ്ട വരും. പിന്നെ പറമ്പിൽ അത്യാവശ്യം തെറികളൊക്കെ ഉണ്ട്, മാറ്റി മാറ്റി നിർത്താനായിട്ട് തെറികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഷെഡ് നന്നായി നല്ല ഡ്രസ്സൊക്കെ അടിച്ച് നല്ല ഷെഡ് കെട്ടണം. അടിപൊളി തെറി പണിയാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. അപ്പൊ അത് ജയിക്കുന്നു വിചാരിക്കുന്നു. ദൈവാനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്നു വിചാരിക്കാം. പിന്നെ ഏറ്റവും വലിയ ആനയ്ക്ക് വേറെ വയ്യായികളൊന്നും ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ നമ്മൾ പറപ്പുകരെന്നുള്ളതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ പറപ്പുകരെല്ലായിരുന്നപ്പോൾ അവിടെ നല്ല ഷെഡൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോഴൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു. പിന്നെ അവര് വലിയ ഷെഡൊക്കെ ആക്കി, കോൺക്രീറ്റ് തെറിയൊക്കെ ആക്കി. എന്നാലും അവർ കൂടുതലും മണ്ണ് തെറിയിൽ നിർത്താറ് നമ്മളിടയ്ക്ക് പോയി കാണുമ്പോഴേക്കെ. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ ഇവിടെ മണ്ണ് തെറി തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ കിടന്നിരിക്കുമ്പോഴേക്ക് ഉരയ്ക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പുല്ലാക്കിയത്. പിന്നെ ഫസ്റ്റ് ദിവസം കൊണ്ടുവന്ന് ഒരു ഫ്രണ്ട് കാല് ചെന്നടവ് ആറാക്കിണ്ടായിരുന്നില്ലേ. ആറാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിന്ന് ചോദിക്കണു. ഫ്രണ്ട് കാല് കെട്ടിണ്ടായിരുന്നില്ലേ. അപ്പൊ കെട്ടാണ്ടായപ്പോ പിന്നെ ആന കിടന്ന് റൗണ്ട് അടിച്ച് നടക്കലൊക്കെ ആയി. അങ്ങോട്ടൊക്കെ പോയി ബാക്കിലൊക്കെ പോയി പുല്ലൊക്കെ തിന്ന് കളിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ കാല് കെട്ടി തുടങ്ങി. വൈകുന്നേരം കിടക്കുമ്പോഴായാലും
ഫ്രണ്ട് കാലം റോപ്പുണ്ടാ കയറുണ്ട ചങ്ങലുണ്ടെങ്കിലും പതുക്കൊന്ന് ലൂസിൽ കെട്ടും. അങ്ങനെ അങ്ങോട്ടൊക്കെ മഴത്തേക്കൊന്നും പോയി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കൂടുതൽ ആന മണ്ണുതെറിൽ ഞാൻ നിൽക്കണം തോന്നുന്നു. വില കഴുകി കഴിഞ്ഞാൽ നമ്മള് പിന്നെ കോൺക്രീറ്റ് തെറി. ഇപ്പൊ ഇവിടെ കോൺക്രീറ്റ് തെറി ഇല്ല. ഇവിടെ നമ്മള് ഹോളോബ്രിക്സ് മറ്റേ കട്ട വിരിച്ചാണ്, ടൈൽ വിരിച്ചാണ്. ടൈലിന്റെ മുകളിൽ കയറ്റി നിർത്തുള്ളൂ. അപ്പൊ പിന്നെ മണ്ണൊന്നും വാരിയിട്ടുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ജോലിയിലെ തിരക്കൊക്കെ ആയ കാരണമാണ് വലിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പൊ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ഞങ്ങൾ ഇട്ട് തരാം. അപ്പൊ ഇതാണ് സൈ പാർവതിയിൽ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ താരും കാര്യങ്ങളൊക്കെ കണ്ടു ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.